ഹലോ, ഇത് നമ്മൾ ഒരു ദിവസം ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ തുലിപ്സ് ആയിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ഇത് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലവർ വേസ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനൊരു പ്ലാസ്റ്റിക് കുപ്പി ഇതേപോലത്തെ ഒരു ഷേപ്പിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പേപ്പർ കട്ട് ചെയ്ത് അതൊരു സ്ട്രോ പോലെ ആക്കിയെടുക്കാം. ഇതുണ്ടാക്കുന്ന രീതി നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. പേപ്പറിൻ്റെ അറ്റത്ത് കുറച്ച് പശ കൂടി തേച്ച് അതൊന്ന് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ ഞാൻ ഇത്രയും പേപ്പർ സ്ട്രോ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ രണ്ടറ്റവും ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ രണ്ടറ്റം കട്ട് ചെയ്തില്ലെങ്കിലും ഏതെങ്കിലും ഒരറ്റം ആയാലും ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. കട്ട് ചെയ്ത സ്ട്രോ നമ്മൾ ആദ്യം എടുത്തു വെച്ച കുപ്പിയിലേക്ക് കുറച്ച് പശ തേച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തേക്കണത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഈ സ്ട്രോ നമ്മൾ മുഴുവൻ ഒട്ടിക്കുന്നതിന് മുന്നേ തന്നെ അത് കറക്റ്റ് ആ കുപ്പിയുടെ അളവിൽ വെച്ച് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ഈ സ്ട്രോ ഉണ്ടാക്കുമ്പോൾ തന്നെ കറക്റ്റ് കുപ്പിയുടെ അളവിൽ വെച്ച് മുറിച്ച് ഇതിലേക്ക് ഒട്ടിച്ചാലും മതി. ഞാൻ പക്ഷേ ഇവിടെ ഈ ഒരു രീതിയിലാണ് ചെയ്തെടുത്തേക്കുന്നത്. ഇതേപോലെ തന്നെ ആ കുപ്പി ഫുള്ളായിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. കുപ്പി ഫുള്ളായിട്ട് ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു രീതിയിൽ കിട്ടും. ഇനി ഇതിൻ്റെ പുറത്തേക്ക് പെയിൻറ്റും കൂടി അടിച്ചെടുക്കണം. ഞാൻ ഈ ഒരു കളറിലെ പെയിൻ്റാണ് അടിച്ചേക്കണത്. ഇത് ബ്ലൂ, വൈറ്റ് ആൻഡ് ഗ്രീൻ ഈ 3 കളറും കൂടി ചേർത്ത് മിക്സാക്കിയപ്പോൾ കിട്ടിയ കളറാണ്. പെയിൻ്റ് അടിച്ചെടുത്ത ഈ ഫ്ലവർ വേസിലേക്ക് ഞാൻ കുറച്ച് സ്പോഞ്ചും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ ഉണ്ടാക്കിയെടുത്ത തുലിപ്സ് ഫ്ലവർ നമുക്ക് ഓരോന്നായിട്ട് കുത്തി കൊടുക്കാം. ടോട്ടൽ 7 ഫ്ലവേഴ്സായിരുന്നു ഞാൻ ഉണ്ടാക്കിയത്. അത് 7ഉം ഈ ഒരു രീതിയിൽ ഓരോന്നായിട്ട് കുത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഫ്ലവർ വേസ് റെഡിയാക്കി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.